പച്ചപ്പ് നിറഞ്ഞ പാതയോരങ്ങൾ, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗും എക്സലേറ്ററുമുള്ള സ്റ്റേഡിയം, അപ്സി തിയേറ്ററും ആധുനിക സൗകര്യവുമുള്ള ബസ് സ്റ്റാൻഡ്, കളിസ്ഥലവും പാർക്കിംഗ് ഏരിയയും മലിനജല സംസ്കരണവുമുള്ള ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ട്. കണ്ണൂർ കോർപ്പറേഷന്റെ മാറ്റാവുന്ന മുഖച്ഛായയാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ അധികാരം കിട്ടിയാൽ 5 കൊല്ലം കൊണ്ട് കണ്ണൂരിനെ എങ്ങനെ മാറ്റുമെന്ന CPMന്റെ ദൃശ്യാവിഷ്കരണത്തിലെ പ്രധാന കാര്യങ്ങളാണ് ഇതെല്ലാം. നഗര സൗന്ദര്യവൽക്കരണത്തിലൂടെ കണ്ണൂരിന്റെ മാറുന്ന മുഖച്ഛായ ദൃശ്യാവിഷ്കാരം പ്രദർശിപ്പിച്ചുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറയുന്നത് ചെയ്തിരിക്കും. ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ച കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ ദൃശ്യാവിഷ്കാരത്തിൽ രാഗേഷ് ഊന്നി പറഞ്ഞത് 5 കൊല്ലം കൊണ്ട് കണ്ണൂരിൽ വരുന്ന വികസനങ്ങളെ കുറിച്ചാണ്. കണ്ണൂർ നഗരത്തെ ഇന്നത്തെ ദുരവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് നഗരത്തെ അടിമുടി മാറ്റുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിലൂടെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചെയ്യാൻ പറ്റുന്നതേ പറയൂ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കും. അതാണ് ഈ കേരളത്തിൻ്റെ അനുഭവം. ആ കാര്യം ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കണ്ണൂർ നഗരത്തെ മാറ്റുന്നത് സംബന്ധിച്ച് ഞങ്ങൾ എങ്ങനെയാണ് അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു സമഗ്ര കാഴ്ചപ്പാട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അനുഭവിച്ചറിയുന്ന കണ്ണൂർ നഗരമാണ് ഈ കാണുന്നത്. പലയിടങ്ങളിലും കാണുന്ന ചിത്രം സമാനമായ വിധത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി. ആ നഗരത്തെ എങ്ങനെയാണ് മാറ്റേണ്ടത്? ഞങ്ങൾ കാണുന്നത് സമ്പൂർണമായും ഒരു ആധുനിക നഗരം എന്നുള്ള നിലയിൽ ഒരു പ്ലാൻഡ് സിറ്റിയാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ പാതയോരങ്ങളിൽ മരങ്ങളും ചെടികളുമൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായ ഒരു നഗര കാഴ്ചപ്പാട് ആണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതോടുകൂടി ഉണ്ടാകാൻ വേണ്ടി പോകുന്ന മാറ്റം ഇതാണ്. സ്റ്റേഡിയം, പയ്യാമ്പലം ശ്മശാനം, പയ്യാമ്പലം ബീച്ച് റോഡ്, പഴയ ബസ് സ്റ്റാൻഡ്, കോർപ്പറേഷൻ ഓഫീസും ടൗൺ ഹാളും, മുണ്ടയാട് സ്റ്റേഡിയം, ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ട് എന്നിവയെല്ലാം എങ്ങനെ പരിഷ്കരിക്കുന്നുവെന്ന് വീഡിയോയിൽ കാണിച്ചു തന്നു.
കോടികൾ ചെലവ് വരുന്ന പദ്ധതികൾക്ക് എങ്ങനെ പണം കണ്ടെത്തുമെന്ന സദസ്സിലെ സംശയത്തിന് രാകേഷ് മറുപടി നൽകിയത് MP ആയിരുന്ന സമയത്ത് മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ താൻ കൊണ്ടുവന്ന വികസനം ചൂണ്ടിക്കാട്ടിയായിരുന്നു. വികസനത്തിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പണം വരുമെന്ന് രാകേഷ് പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം M പ്രകാശൻ, KV സുമേഷ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.